കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസിനെ യു.ഡി.എഫിലെത്തിക്കാൻ നീക്കം. എൻ.സി.പിക്ക് നൽകിയ കുട്ടനാട് സീറ്റ് സി.പി.എം തിരിച്ചെടുക്കും. ഇടത് എം.എൽ.എയും സി.പി.എം നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തെത്തുന്നു. നേതാവും കുട്ടനാട് എം.എൽ.എയുമായ തോമസ് കെ തോമസിനെ യു.ഡി.എഫിലെത്തിക്കാൻ അണിയറ നീക്കങ്ങൾ. സി.പി.എം നേതൃത്വവും തോമസ് കെ തോമസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് തോമസിനെ തങ്ങൾക്കൊപ്പം എത്തിക്കാനുള്ള നീക്കങ്ങൾ യു.ഡി.എഫ് നേതൃത്വം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് മന്ത്രിയാകാനായി തോമസ് കെ തോമസ് നടത്തിയ വടംവലികളിൽ കടുത്ത പ്രതിഷേധമാണ് സി.പി.എം നേതൃത്വത്തിനുള്ളത്. മന്ത്രി ശശീന്ദ്രനെ ഒഴിവാക്കി തനിക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യമാണ് തോമസ് കെ തോമസ് നിരന്തരം ഉയർത്തിക്കൊണ്ടിരുന്നതും. എൻ.സി.പി നേതാവ് പി.സി ചാക്കോയുടെ പിൻബലത്തോടെയാണ് തോമസ് കെ തോമസ് ഈ വാദം ഉയർത്തിയിരുന്നത്. എന്നാൽ ഈ ആവശ്യം തള്ളിക്കളഞ്ഞ എൽ.ഡി.എഫ് നേതൃത്വമാകട്ടെ മന്ത്രി എ.കെ. ശശീന്ദ്രന് പിന്തുണയേകുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പി.സി ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെയും വാദഗതികൾ ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയസംഹിതകൾക്ക് യോജിച്ചതല്ലെന്ന പൊതുവികാരമാണ് ഇടതുമുന്നണിക്കുള്ളിലും നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് ജനപ്രതിനിധി എന്ന നിലയിലുള്ള തോമസ് കെ തോമസിന്റെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. എസ്.എൻ.ഡി.പി യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി തോമസ് കെ തോമസിനെ ഈ വിധത്തിൽ കടന്നാക്രമിച്ചിരിക്കുന്നത്. മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെയും പരാക്രമം കണ്ട് രാഷ്ട്രീയ കേരളം ചിരിക്കുകയാണ്. മുൻ എം.എൽ.എ. തോമസ് ചാണ്ടിയുടെ സഹോദരനായ തോമസിന് ജ്യേഷ്ഠന്റെ ഗുണമില്ല, രാഷ്ട്രീയ പാരമ്പര്യവുമില്ല. തോമസ് ചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇടതുപക്ഷം കുട്ടനാട് സീറ്റ് എൻ.സി.പിക്ക് നൽകിയതെങ്കിലും അത് വലിയ അപരാധമായി പോയി എന്നാണ് വെള്ളാപ്പള്ളി തുറന്നടിച്ചിരിക്കുന്നത്. എൻ.സി.പിക്ക് നൽകിയ കുട്ടനാട് സീറ്റ് സി.പി.എം തിരിച്ചെടുക്കണമെന്ന ആവശ്യവും വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ചിരുന്നു. വെള്ളാപ്പള്ളി പരസ്യമായി ഈ വിധത്തിൽ പ്രതികരിക്കുന്നതിനു മുമ്പ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് എൻ.സി.പിക്ക് നൽകരുതെന്ന തീരുമാനം സി.പി.എം നേതൃത്വം കൈക്കൊണ്ടിരുന്നു. പരസ്യമായി ഇത് വെളിപ്പെടുത്തിയിരുന്നില്ല എന്ന് മാത്രം. ഇതിൽ കടുത്ത അസംതൃപ്തിയാണ് പി.സി ചാക്കോയ്ക്കൊപ്പമുള്ള എൻ.സി.പി നേതൃത്വത്തിനുള്ളത്. സംഘടന എന്ന നിലയിൽ എൻ.സി.പി നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കാതെ മന്ത്രി എ.കെ. ശശീന്ദ്രനെ വഴിവിട്ട് സംരക്ഷിക്കുകയാണ് സി.പി.എം ചെയ്യുന്നതെന്നും ഘടകകക്ഷിയായ തങ്ങളോട് രാഷ്ട്രീയ മര്യാദ പുലർത്താൻ സി.പി.എം നേതൃത്വം തയ്യാറാകുന്നില്ലെന്നുമുള്ള പരാതിയും എൻ.സി.പി നേതൃത്വം ഉയർത്തുന്നുണ്ട്. സി.പി.എം നേതൃത്വവും തോമസ് കെ തോമസും തമ്മിലുള്ള വിയോജിപ്പുകൾ അനുദിനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തോമസ് കെ തോമസ് എൽ.ഡി.എഫ് ബന്ധം ഉപേക്ഷിക്കുമെന്ന വിധത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. 3 ഇടത് എം.എൽ.എമാരെ യു.ഡി.എഫിൽ എത്തിക്കുമെന്ന മട്ടിൽ പി.വി. അൻവർ നേരത്തെ വെല്ലുവിളി ഉയർത്തിയിരുന്നു. അൻവർ ലക്ഷ്യമിടുന്നവരിൽ ഒരു പ്രധാനി എം.എൽ.എ. തോമസ് കെ തോമസ് ആണെന്നാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രധാന വാദം. എ.കെ. ശശീന്ദ്രൻ അടക്കമുള്ള എൻ.സി.പി നേതാക്കൾ ഈ വിധം വാർത്തകളെ നിഷേധിക്കുന്നുവെങ്കിലും തോമസ് കെ തോമസ് യു.ഡി.എഫ് ക്യാമ്പിൽ എത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. പി.സി ചാക്കോയുമായും തോമസ് കെ തോമസ് എം.എൽ.എയുമായും ഇതു സംബന്ധിച്ച് ഒട്ടേറെ ചർച്ചകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കുട്ടനാട് സീറ്റ് അടുത്ത തവണ എൻ.സി.പിക്ക് നൽകില്ലെന്ന് സി.പി.എം രഹസ്യധാരണയിൽ എത്തിയതിനാൽ മുന്നണി മാറ്റത്തിന് എം.എൽ.എ. തയ്യാറാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ. ഏത് വിധേനയും തോമസ് കെ തോമസിനെ യു.ഡി.എഫ് ക്യാമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് പി.വി. അൻവറിന് വലിയ അംഗീകാരമായി മാറും. അതിനുള്ള അണിയറ നീക്കങ്ങളാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും.